ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് കല്യാണത്തിന് പോണേ. അപ്പൊ ഞങ്ങളുടെ കല്യാണത്തിന് തൃശ്ശൂർക്ക് പോവാണ്. അപ്പൊ തൃശ്ശൂരല്ല, ഗുരുവായൂർ പോവാണ്. തൃശ്ശൂര് നല്ല മഴ കേട്ടോ. മഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ കണ്ണ് കാണില്ല. ഓരോ വൈക്കോലും തന്നെ അത്ര വലിയ തുള്ളിയാണ്. ഡ്രൈവർ ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ശരിയായ ഡ്രൈവിംഗ് ഉണ്ടെന്ന് നോക്കണമില്ല. വിമാനത്തിൽ പോണൊരു ഫീല്, ഒരു അനക്കോ കുലുക്കോ ഒന്നുമില്ല. പാട്ടാണെങ്കിൽ മൂസന്റെ നല്ല പ്ലേലിസ്റ്റും സെറ്റ്. പിന്നെ ഞങ്ങള് നോക്കാറില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിപ്പോ ഏകദേശം എത്ര സമയമാകുമ്പോ എത്തും ബസിക്ക? 2 മണി. ഞാനൊരു റണ്ണിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്താണ്ട് 1:30 ഷബീർ മോഡ് ഓൺ ആക്കേണ്ടി വരും. കാരണം ഇപ്പൊ സമയം 12 മണി. 1 മണിയാകുമ്പോഴത്തേലും കല്യാണ പേരിൽ എത്തണം. പറയുന്നത് 2 മണിയാണ്. നമ്മളൊരു ഷബീർ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു 1:30 എത്തിക്കാം. ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി ഇത് നമ്മള് മറ്റേ ആലുവ കഴിഞ്ഞപ്പാട് നമ്മളെ മുന്നിലുണ്ട്. ഇത് ഈ ഡ്രൈവറിന് ഓട്ടിക്കാൻ പറ്റിയിട്ടില്ല. എത്ര നേരം 9 മണിക്ക് ഇറങ്ങിയിട്ട് സമയം 12 മണി വെച്ചു. ഈ വണ്ടി ഇപ്പോഴും ഇവിടെ ഉണ്ട്. അങ്ങനെ 4 വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടി വീട്ടിൽ അങ്ങനെ 4 വണ്ടി ഉണ്ടാണ്. പിന്നെ അങ്ങനെ 4 വണ്ടി ഉണ്ട്. ഒരു 4 വണ്ടി ഇല്ല. നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചു. ഇപ്പൊ സമയം നോക്കി, ഇപ്പൊ സമയം 12:28. ഇങ്ങനെ പോവാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തുള്ളൂ. ഷുവറാ. ഇടിവെട്ടിയ മിന്നൽ വരും. മനസ്സിൽ വേണമെന്ന് വിചാരിച്ചാലോ വേല് വരുവാ. എന്തൊരു നല്ല മനസ്സിന് ഉടമയാണ് വാസിക്ക. തെറ്റിദ്ധരിച്ചു വരുന്നത്. പെട്രോളും ഡീസൽ അടിച്ചിട്ട് ഇവിടെ പൈസ നമുക്കൊരു പ്രശ്നമല്ല. എത്ര റുപ്യ അടിച്ചിട്ട് പോകും. അയ്യോ, അതെന്താ എന്താ ഈ കളി? എന്താ തെറിപ്പിക്ക? എല്ലാരും തെറിപ്പിക്കും. മുന്നിക്കൂട്ട് കൊടുക്കണല്ലോ. അവിടെ ഓട്ടോ ഓഡിറ്റോറിയം കാരണം നമ്മളിവിടെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ടാക്കണം. ശരിയാ. രാഹുൽ അത് ഇറങ്ങി ഒന്ന് ഡീൽ ചെയ്തിട്ട് വേഗം. എന്താ രാമേന്ദ്ര പ്രശ്നം? മോഡിക്കെടുക്കും. KSRTC ഡ്രൈവറോട് ചൂടാവുന്നു. കല്യാണത്തിന് പോകണോ അതോ ബീച്ചിൽ പോകണോ എന്നുള്ളൊരു ഡൗട്ടായി. സൽവാർ ഏജൻസി ഇവിടെ പോണം നമുക്ക്. അവിടെ എന്താ? അവിടെ കല്യാണം, വേറെ കല്യാണം. സോറി, ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നു. തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചു വരാം. പക്ഷെ ബീച്ചിൽ പോണം. ബീച്ചിൽ പോയിട്ട് വേണം പോവാൻ. ഇവല് ഈ വണ്ടി മാറ്റാനുള്ള ബീച്ച് കാണാൻ പറ്റുള്ളൂ. മഴ, ബീച്ച്, രാഹുല്. എവിടെ? രാഹുല അങ്ങനെ നമ്മൾ ഏതോ ബീച്ചിലെത്തിയിരിക്കുന്നു. പേരൊന്നും അറിയില്ല. വരുമ്പോ ഇവിടെ ഇറങ്ങണം കേട്ടോ നമുക്ക്. വരുമ്പോ ഇറങ്ങാം. മണലില്ലാത്ത ബീച്ചാണ്.
നാളെ കുറച്ച് ഇരിക്കാൻ സെറ്റ് പറ്റുള്ളൂ. നാളെ കേറിക്കോ അടി പോട്ടെ തന്നെ ഞാൻ ഇഞ്ഞ ഈ സൈഡ് മാറ്റൂല. ആ താത്താരൊക്കെ കൈയ്യോട്ടെ ബസ്സിന് കൈയ്യട്ടോ. ബസ്സിന് ഞാനിത് മാസിക്കാൻ ട്രെയിൻ കണ്ടിട്ട് കോടല്ലേ ഊട്ടി പോയ പോലെ. ഞാൻ വെച്ചിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് തോന്നാതെ ഇവിടെ ഇറങ്ങാം കേട്ടോ നമുക്ക്. നിസ്കരിച്ചാനല്ലേ പള്ളിക്ക് നിർത്തി ഇവിടെ സൈഡാക്കി. പള്ളി പോയിട്ട് വരാം. ഇവിടെ വന്നെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാനിങ്ങനെ ഡോറ് തുറന്ന് പോകുന്നുണ്ടോ പറഞ്ഞു ഇങ്ങനെ പോകാണിച്ചാൽ എന്നെ അടുത്ത വളവിന് കാണാം. ഇവിടെ പ്രധാന സാബർഖാന്റെ ഫുഡ് മിസ്സാവും. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര സ്പീഡ് പോട്ടെ. സ്പീഡ് പോലെ മുപ്പര് പട്ടിട്ട് അവന്റെ പക്ഷെ ഞാൻ സ്പീഡ് പോയി കഴിഞ്ഞാണ്ടല്ലോ സീന ക്യാമറ കൂടി ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ നമ്മൾ എത്തിയില്ലേ, ഓഡിറ്റോറിയം എത്തിയില്ലേ ബ്രോ. പാർക്കിംഗ് ഉണ്ട്, പേടിക്കണ്ട. കാരണം നമ്മള് ലാസ്റ്റ് ഇവിടെ വാഹനങ്ങൾക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. കുഴപ്പമില്ല അങ്ങോട്ട്. ഇതെവിടെ നമ്മളിപ്പോ നേരെയാണോ? നമ്മൾ നേരെ പോവാം. ഇവിടെ ഇറങ്ങണോ? വേണ്ട ഇറങ്ങണ്ട, നിങ്ങള് നേരത്തെ വിട്. നമ്മളെത്തി ഗൈസ്. താത്തമാരൊക്കെ നമ്മൾ നോക്കണേ ഇല്ല, ആരും നോക്കണ ഇല്ലേ? അങ്ങോട്ട് കയറ്റി അവിടെ ആ നമ്മളെ വണ്ടി അവിടെ കിടക്കട്ടെ. നമ്മളെ വണ്ടിക്ക് ഒറ്റ പ്ലേസ് ആട്ടോ അവിടെ. ഇത് ആരോ എനിക്കൊന്ന് റിസർവ് ചെയ്തായിരിക്കും നമുക്കുള്ള. എല്ലാരും വെള്ളം കണ്ടല്ലേ മുന്തിരി ജ്യൂസ് രാഹുൽ പിടിക്കുന്നുണ്ട്. പിന്നെ സ്റ്റേജിൽ നോക്കി വീഡിയോ എടുക്കണേ. എന്താ നമ്മള് ബോഡി ഫുഡ് ബാത്ത് ബ്ലോഗ് ചെയ്യുന്നു. ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഏതാണ് എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടോ. റോഡ് മൊത്തം താത്തിയായിട്ടൊന്ന് നടന്നു പോട്ടെ. പോട്ടെ താത്തൊക്കെ ഊറ്റായിക്കട്ടെ ക്യാമറയിലൊക്കെ പോയിട്ട്. കുട്ടികളെ കുളിപ്പിച്ചോ ഓ ചിക്കവടൊക്കെ പിടിച്ച് നോക്കി. കുളിക്കണോ ഞാനും കുളിപ്പിച്ചാരാ. കൂട്ടുകാരെ ഗസിപ്പോയന് മുടി വെട്ടെന്ന് പറഞ്ഞ് നമ്മളിപ്പം നമ്മള് ഊട്ടി പോയി മുടി വെട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഗൈസ്. പയ്യൻ മുടി വെട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. എങ്ങനെയാലും ഊട്ടി പോയിട്ട് മുടി വെട്ടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മള്. ഒറ്റ മൈലില് മുടി വെട്ടാൻ പോവാണ്. ഒറ്റ മൈലില് മുടി വെട്ടാൻ വേണ്ടി നമ്മളിപ്പം കോഴിക്കോട് എത്തി. വണ്ടി ചേസ് ചെയ്യണമെങ്കിൽ മുടി വെട്ടിടുവാണെങ്കിൽ അടുത്ത പരിപാടിക്ക് പോവാൻ. അതെ, മുടി വെട്ടാൻ വേണ്ടി ഇപ്പം ഊട്ടി എപ്പത്തും രാത്രി 10 മണിക്കൊക്കെ എത്തൂലേ? 10 മണിക്ക് കട വിളിച്ച് കടക്കെ തുറപ്പിക്കും. മുടി വെട്ടി അങ്ങനെ തിരിച്ചു വരില്ല, അവിടെ എൻജോയ് ചെയ്ത് വരും. മുടി വെട്ടി അവിടെ നിന്ന് ഫോട്ടോ എടുക്കും. അങ്ങനെ കോഴിക്കോട് ബീച്ച് എത്തി ഗൈസ്. രാവിലെ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്തു? രാവിലെ 8:30 റെഡി ആയി നിന്നിട്ട് ബാസിക്കിനെ കാത്ത് 10 മണി വരെ 10:30 വരെ നിന്ന് കല്യാണത്തിന് കൂടോ കൂടില്ലെന്ന് ആ ഡൗട്ട് അടിച്ചു നിന്ന് നമ്മളപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ എത്ര 6 മണി കോഴിക്കോട് റീച്ചായി. ബീച്ച് അങ്ങോട്ടായിരുന്നു. ഇനി കോഴിക്കോട് എത്തി. ഇനി കോഴിക്കോട് നിന്ന് എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കണം. അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ. കോഴിക്കോട് ബീച്ച് എത്തി ഗൈസ്.
ഗുരുവായൂർ കല്യാണത്തിന് വന്നോ? കണ്ട ഒരാള് രണ്ടാള് എടാ ഓർക്ക് കുഴപ്പമില്ല കേട്ടോ. ഗൈസ് അങ്ങനെ ഞങ്ങള് കോഴിക്കോട് നിന്ന് ഇറങ്ങി. ഞങ്ങള് പിന്നെ പെട്ടെന്നൊരു പ്ലാന് മാറി. ചലഞ്ചില് ഒരു ഊട്ടി ട്രിപ്പ് നമുക്ക് പാസ്സായി. ഊട്ടി എത്തുമെന്നൊന്നും അറിയില്ല. ഞങ്ങളിപ്പോ വയനാട് എത്താനായിട്ടുണ്ട്. ബാസിക്കതാണ് സ്റ്റിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ബാക്കിൽ ഇതാണ് 2 പൊട്ടന്മാരുണ്ട്. അപ്പോ ഞങ്ങക്ക് അതിന്റെ മുന്നേ ഞങ്ങൾക്ക് ഡ്രസ്സ് ഞങ്ങള് എടുത്തിട്ടില്ല. അപ്പൊ ഡ്രസ്സ് വാങ്ങാൻ കാരണം പിന്നെ കുറച്ച് ഞങ്ങള് 2 കൽപ്പിച്ച് ഒരു കാട്ടിക്കൂടെയുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഞങ്ങള് ആനനെ കാണാൻ പോവാണ് ഗായ്സ്. ഞങ്ങള് ഊട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് പോണ വഴിക്കൊന്നും ആരുമില്ല. ആണെങ്കിൽ ആനയൊക്കെ ഇറങ്ങണ സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാര്. പക്ഷെ ഞങ്ങളൊന്നും വകവെക്കാതെ ഞങ്ങളെ ലക്ഷ്യം സ്ഥാനത്തേക്ക് മുന്നേറുകയാണ്. ഞങ്ങൾ ഏകദേശം 1:42 മണിയാകുമ്പത്തിനും ഊട്ടി എത്തിച്ചേരും. ഓക്കെ ബൈ. എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട പാട്ടാണ്. അത് ആസ്വദിക്കാറ് പോയിട്ട്. അതിന്റെ അർത്ഥം ഞാൻ തോറ്റു അല്ല, എന്താ പറയാ, ഭയന്നു എന്നല്ല. ഓക്കെ, വീഡിയോ ഇല്ലേ? രാവിലൊക്കെ നല്ല ഉറക്കരുത് ഇത്രയും നേരം. ഐ തിങ്ക് ഇവിടുന്ന് ആയിരിക്കും ആന പോയിട്ടുണ്ടാവാ. മണം കിട്ടണോ? മണം കിട്ടണല്ല. കണ്ടോ ആനക്ക് പോവാല്ല. അതാണ് ഇവിടെ ആനക്കണ്. പോണാണോ? കണ്ടോ ആന ഗൈസ്. ബാസിക ഞാൻ പറയട്ടെ, കയറ്റിക്കോ. ഓനെ ആനയിൽ ചാടൂല. ഇല്ല ചടങ്ങില്ല. ബാസിക അത് ഇങ്ങിട്ടാ റോട്ടിൽ ഇറക്കണ്ട. അതിനെ നമുക്ക് കയറി പോവാ. അത് അവിടുന്ന് എടുക്കാൻ പോവാൻ നോക്കാം. അത് പോയിക്കോളും. കണ്ട തിരിഞ്ഞു. ബാക്കിന്നോ വന്നാലും ഒന്നും ചെയ്യൂലല്ലോ. പോണോ? ഇനിയിപ്പൊ പോവല്ലേ? താല അങ്ങോട്ട് തിരിച്ചോട്ടെ. നീ ഇങ്ങനെ മെല്ലെ പോവാ. കൊണ്ട് കറങ്ങി പോ. ഗ്യാപ്പിൽ പോ. പക്ഷേ ഈ സൈഡിലും ഉണ്ടാവും. അതാ പ്രശ്നം. കുഴപ്പമില്ല. ഇപ്പത്തെ ഒരു എക്സ്പീരിയൻസ് ആയില്ല നമുക്ക്. ഇനി നമ്മൾ അടുത്ത ട്രിപ്പിന് പോകുമ്പോ അയാളെ വെറുതെ സംശയിച്ചില്ല നിങ്ങള്. അല്ല, അടുത്ത ട്രിപ്പിന് പോകുമ്പോ നമ്മോട് ഇതേപോലെ ആൾക്കാർ പറയും ആനണ്ട് പോകണ്ട പറയും. അന്നേരം വാസിക്ക് എന്ത് പറയും? ആന നമ്മളത്ര പറയൂലേ? അതുകൊണ്ട് ഇപ്പൊ നമുക്കൊരു എക്സ്പീരിയൻസ് ആയി. ആഹാ, മഞ്ഞ നിറം മുഖത്തേക്ക് അടിക്കുന്നു. സൂര്യൻ അതാവേ കർത്താവിതാ എഴുന്നള്ളുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ്. ലൈറ്റ് അഫക്റ്റിംഗ് സൺലൈറ്റ് ഉണ്ടോ? മഞ്ഞ മുഖത്തടി. അപ്പൊ ഞങ്ങള് ഊട്ടി പോകാൻ ഇറങ്ങിയതാണ്. ഞങ്ങള് നീലഗിരി കൂടലൂർ വഴി ഊട്ടി പോകാനാ വിചാരിച്ചത്. ഇപ്പൊ ഞങ്ങളെ പെട്ടെന്ന് ഞങ്ങളെ വൈബ് മാറി. ഞങ്ങളപ്പോ മസിനഗുഡി വഴി ഊട്ടി പോകാനുള്ള പ്ലാനാണ്. കുഴപ്പം അറിയുന്നില്ല. കണ്ടോ? ഞങ്ങളോട് പറഞ്ഞു നോക്കുവാര്. അത് പറയണ്ടേ? വ്ലോഗല്ലേ? പറയ്. കണ്ടു ഗസിപ്പയ്യ എന്തേലും പറയണ്ടോ? നമ്മള്
ബസ്സിന് വഴി ഊട്ടി എന്നൊരു സ്വപ്ന പാതയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് വരട്ടെ. ഫുഡിന്റെ റിവ്യൂ എന്ന് പറയോ? It was really awesome. കഴിച്ചെന്താ? And ഗീ റോസ്റ്റ് കഴിച്ചു. സാധാരണ ഗീ റോസ്റ്റ് പോലെയല്ല, നെയ്യ് കൂടുതലുണ്ട്, നെയ്യ് കുറച്ച് കൂടുതലാണ്. ഓക്കെ. ക്രിസ്പി ആണോ? വെരി ക്രിസ്പി. ഓക്കെ. പിന്നെ നമ്മൾ അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുന്ന ഫാമിലി നല്ലതായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചു. നല്ല പെരുമാറ്റവും. അവിടുത്തെ അക്കനെ കുറിച്ച് അക്ക നല്ല അക്ക, പാവ അക്ക. ഐ റിയലി ലൈക്ക്ഡ് ദാറ്റ് അക്ക. ബിഹേവിയർ ഒക്കെ ഇഷ്ടപ്പെട്ടു. യെസ് യെസ്, നല്ല പെരുമാറ്റവും. റാഷി നീ തന്നെ പറ, പൊടി ഒനിയൻ റോസ്റ്റ് ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കും മിസ്റ്റർ റാഷിദ്? 9. 9. അപ്പൊ നമ്മളെവിടെ പോവാണ്? ഇവിടുത്തെ മാപ്പ് ഊട്ടിയിലോട്ട്. ഞങ്ങള് പോണത് മസിനഗുഡി അല്ല, മസിനഗുഡി അല്ല അതിന്റെ പേര്, ഊട്ടിയാണ്. ശരിക്കും കയറിയിട്ടില്ല. ശരിക്കും ഇവിടുന്ന് പോകുമ്പോ റൈറ്റ് കയറണം. കടുവനെ കണ്ടില്ലേ? കടുവ അവിടെ ഇപ്പുറത്ത് കാട്ടുപോത്ത് ബാക്കിലുണ്ട്. കാട്ടു ബാക്കിലുണ്ട് ഒക്കെ. കാണുമെന്ന് പറഞ്ഞു അപാരെ വിളി ഞാൻ പിടിക്കാം. അവന്റെ പേര് നക്കി 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 മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര. ഇതിന്റെ പേരാണ് ബഫല്ലോ. ബഫലോ അല്ല, ബൈസൺ. ബൈസൺ. ഞങ്ങളെ നാട്ടിലൊക്കെ ബഫല്ലോ ആണ്, പക്ഷെ ഇവിടത്തെ പേര് മാറി പല്ലടിയുമായി. ഈ ലെഫ്റ്റ് പോയാലാണ് പുലിനെ കാണണം, മാനൊക്കെ നാടാണ് നിക്കണം. സെലിബ്രിറ്റി അല്ലേ? എല്ലാവരും മാസിക്കാനെ കാണുമ്പോ കൈ കാട്ടുന്നു. നമ്മൾ റോഡിന് നടുക്കൂടെയല്ലേ പോകണ്ടേ, അപ്പൊ ഒരു കൈ കാട്ടുന്നു. എന്താ സ്ഥലം! ഇവിടെ 2 ഏക്കർ എടുക്കാൻ പറ്റുമെങ്കിലേ സൂപ്പർ ആയിരിക്കും. പിന്നെ കൊടുക്കൂലല്ലോ, ഫോറസ്റ്റ് ഏരിയല്ലേ. ഇവിടെ എന്തോ പാമ്പെന്തോട്ടുണ്ട്. ഇതൊക്കെ ഏതാ സ്ഥലം മാസിക? അവിടെ നമ്മള് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വന്നത് അങ്ങോട്ട്, പിന്നെ വന്നിട്ട്. ഇത് ഭഗവാൻ മൻവീർ ഗോശാല. കൂട്ടിലടച്ചൊരു കിളിയുടെ ചുണ്ടിലെ പാട്ടിനെ കൂട്ടാനാമോ? കൂട്ടിലടച്ചൊരു കിളിയുടെ ചുണ്ടിലെ പാട്ടിനെ കൂട്ടാനാമോ? അത് കൂട് വിട്ടു പറക്കും, കിളിയെ വിട്ടു പറക്കും. അത് കൂട് വിട്ടു പറക്കും, കിളിയെ വിട്ടു പറക്കും. തെരുവിൽ കൂട്ടം കൂടും. ഇവിടെ കണ്ടോ, ഏതോ ഒരു കാട്ടിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മള് പോണത്. ഇതാ ഇവിടെ എവിടെയാന്നുള്ളത് ആർക്കും അറിയില്ല.
ഗ്രൗണ്ട് നല്ല ഗ്രൗണ്ട് ഉണ്ട് കളിക്കാതെ വെച്ചിരിക്കുന്നു. ചേച്ചിമാരെ തുമ്പിട്ട് നല്ല ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ശരിയായ ഗ്രൗണ്ട്. അതെ നമുക്ക് ഇനി കയറാനുള്ളത് ആ മലയാണ്. ആ മല കയറിയിട്ട് വേണം നമ്മൾ എവിടെ എത്താൻ? കോയമ്പത്തൂര് പോയിട്ട് കോയമ്പത്തൂരിൽ നമ്മൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോകും, അറിയില്ല. ഒന്നും പ്ലാൻഡ് അല്ല. കൊച്ചിക്ക് എത്തുമോ